വെൽക്കം ടു എജുപോട്ട്. യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, ഇനി നമ്മുടെ വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ വെറുതെ ടൈം കളയുന്നില്ല, ഓവർ ടു ദ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? എന്താണ് മാക്സ്വെല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? എന്താ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇസ് ദ കറണ്ട് produced due to changing electric field. Current produced due to changing electric ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ: റൈറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എഴുതണം. എന്താ സ്പീഡിന്റെ ഇക്വേഷൻ? ഇത് നിങ്ങൾക്ക് അറിയാം. സ്പീഡ് എന്താണ്? സി ആണ് വാല്യൂ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇക്വേഷൻ എന്താണ്? സി ഇസ് ഈക്വൽ ടു 1/√μ0ε0 ആണ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇത് വാക്വത്തിലാവുന്ന സമയത്ത്, അല്ലെ ഫ്രീ സ്പേസിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ എയറിലാവുന്ന സമയത്ത്, റൈറ്റ്? സപ്പോസ് ഇനി ഇത് വല്ല മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 1/√μ ഓഫ് മീഡിയം എപ്സിലോൺ ഓഫ് മീഡിയം ആയിരിക്കും. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മാക്സ്വെൽ മോഡിഫൈഡ് ആംബിയേഴ്സ് ലോ? അല്ലെ, മാക്സ്വെൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കണ്ടുപിടിച്ച സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആംബിയേഴ്സ് ലോനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സ്വെൽ. എങ്ങനെയാണ് ആംബിയേഴ്സ് ലോനെ മാക്സ്വെൽ മോഡിഫൈ ചെയ്തിട്ടുള്ളത്? ഇങ്ങനെയാണ്, കണ്ടോ. ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl is equal to μ0 into I enclosed എന്നുള്ള ഇക്വേഷനെ എന്താക്കി മാറ്റി? ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl is equal to μ0 into IC plus ID എന്നാക്കി മാറ്റി. വേർ ID is displacement current, IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട്. ക്ലിയർ ആണോ? റെഡി ആണോ? ഇങ്ങനെയാണ് മാക്സ്വെൽ എന്ത് ചെയ്തിട്ടുള്ളത്? ആംബിയേഴ്സ് ലോനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ലൈറ്റ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതായത് സിയും എപ്സിലോൺ സീറോയും μ0യും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്താ റിലേഷൻ? സി ഇസ് ഈക്വൽ ടു 1/√μ0ε0. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ: an electromagnetic wave travels in free space with a velocity of 3 × 10⁸ meter per second. At a particular point in space and time, magnitude of intensity of electric field 6.3 volt per meter ആണ്. What is the magnitude of magnetic field at this point എന്നാ ചോദിച്ചേ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇവിടെ എന്തൊക്കെയാ നിങ്ങൾക്ക് തന്നു നോക്കിക്കേ. നിങ്ങൾക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ്, അതായത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ് അവിടെ ഉള്ളത് അല്ലേ? പിന്നെന്ത് തന്നിട്ടുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0ന്റെ വാല്യൂ അല്ലേ ആ തന്നിട്ടുള്ള 6.3 എന്ന് പറയുന്നത് അല്ലേ? എന്താ കാണാൻ പറഞ്ഞത്? B0 ആടാ മക്കളെ. എടാ സിയും E0 ഉണ്ടെന്നുണ്ടെങ്കിൽ B0 നമ്മൾ എങ്ങനെയാ കാണുക? ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏതാ ഇക്വേഷൻ? സി ഇസ് ഈക്വൽ ടു E0/B0. എടാ ഇത് പല രീതിയിൽ ചോദിക്കും. B0 തരും, എന്നിട്ട് E0 കാണാൻ പറയും. E0 തരും, B0 കാണാൻ പറയും. ചിലപ്പോൾ എന്ത് ചെയ്യും? E0യും B0യും തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ സി ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നൊക്കെ. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ സി ഇസ് ഈക്വൽ ടു E0/B0 ആണെന്നുണ്ടെങ്കിൽ B0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? B0 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സി അങ്ങോട്ട് പോകും. അപ്പോൾ E0 ഡിവൈഡഡ് ബൈ സി അല്ലേ? E0 എന്താ? 6.3 ഡിവൈഡഡ് ബൈ 3.8 ഇൻറ്റു 3 × 10⁸ അല്ലേ? 3 × 10⁸ അല്ലേ? കട്ട് ചെയ്തോ 6.3യും 3യും കട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? മുകളിലൊരു 2.1 ഉണ്ടാവും അല്ലേ? സോ 2.1 × 10⁻⁻8 യൂണിറ്റ് ഇടണം. എന്താ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ്? ടെസ്ല അല്ലേ? റെഡി? അടുത്ത ക്വസ്റ്റ്യൻ: ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് ഗിവൺ ബൈ EX ഇസ് ഈക്വൽ ടു E0 sin kz - ωt. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഇസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ കാണണം. എങ്ങനെ കാണാടാ? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പാർട്ടിലുള്ള ആളുണ്ടാവൂലേ ഇല്ലേ, അവിടെയുള്ള ഈ ആളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താ? Z മൈനസാ
അല്ലേ? ഇവിടെ Z മൈനസ് എന്ന് പറഞ്ഞാൽ അത് ഏത് ആക്സിസ് ആണ്? പോസിറ്റീവ് Z ആക്സിസിലാണ്. റെഡി? സപ്പോസ് അവിടെ എക്സ് മൈനസ് വന്നു, അപ്പൊ ഇതിലാ? പോസിറ്റീവ് X ആക്സിസിലാ. റെഡി? സപ്പോസ് അവിടെ Y പ്ലസ് വന്നു, അതായത് KY പ്ലസ് ഒമേഗ ടി ആണ്, ഇത് ഏത് ആക്സിസ്? മൈനസ് Y ആക്സിസാ. ഏത് ആക്സിസ്? മൈനസ് Y ആക്സിസാ. റെഡി? റെഡി? ക്ലിയർ ആണോ? ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതാണ് നമ്മുടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തന്നിട്ടുണ്ട്. EX = EM sin KZ മൈനസ് ഒമേഗ ടി ആണ്. ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. എന്ത് കാണണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വേവിന്റെ ഡയറക്ഷൻ കിട്ടും ഇല്ലേ? അതേ ഡയറക്ഷൻ തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷൻ്റെ ഉള്ളിലും വരിക. അതായത് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. EMന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? BM കൊടുത്താൽ മതി. അല്ലെങ്കിൽ C = എന്താണ്? EM/BM ആണ്. അപ്പോൾ BM കാണാൻ എന്ത് ചെയ്യണം? EM/C എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് EM/C × sin KZ മൈനസ്, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഇവിടെ ഉള്ളത് ആരാണ്? വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനാ. അപ്പൊ രണ്ടുപേർക്കും ഇത് സെയിം ആയിരിക്കും. പക്ഷെ ആര് മാറും? ദാ ഈ പറയുന്ന ആള് മാറും. ഇവിടെ എക്സ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാ, നമ്മുടെ വേവ് പോകുന്നത് Z ഡയറക്ഷനിലാ. അപ്പൊ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷൻ ഏതാന്ന് നമ്മൾ കാണണം. എങ്ങനെയാ അത് നമ്മൾ കാണുക? നമ്മുടെ കയ്യിൽ റിലേഷൻ ഉണ്ട്. വേവ് പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? E ക്രോസ് ബിയുടെ ഡയറക്ഷനിലായിരിക്കും. ഏത് ഡയറക്ഷനിലായിരിക്കും? E ക്രോസ് ബിയുടെ ഡയറക്ഷനിലായിരിക്കും. അതെങ്ങനെ E ക്രോസ് ബി കാണാം? പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ 3 ഡയറക്ഷനിലാണ് തരാം. ഒന്ന് I ക്യാപ്പ്, അതായത് X ആക്സിസിൽ പോകുന്ന ആള്. ഒന്ന് J ക്യാപ്പ്, അതായത് Y ആക്സിസിൽ പോകുമ്പോൾ. ഒന്ന് K ക്യാപ്പ്. ഈ 3 ഡയറക്ഷനല്ലേ ഉണ്ടാവുള്ളൂ. റെഡി? ഇനി നോക്കിക്കോ, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പോകുന്നത് ഒരു X ആക്സിസ് ആണെങ്കിൽ I, B പോകുന്നത് Y ആക്സിസ് ആണെങ്കിൽ J. അപ്പൊ I ക്രോസ് Jയുടെ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ വേവിന്റെ ട്രാവലിംഗ് ഉണ്ടാവുക, വേവിന്റെ വെലോസിറ്റി പോകുന്നുണ്ടാവുക. ക്ലിയർ ആണോ? അപ്പൊ ആ ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെങ്ങനെയാ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ IJK എന്ന് എഴുതാം, ട്രയാങ്കിൾ ആയിട്ട് എഴുതാം. എടാ ക്ലോക്ക് വൈസിലാണ് നിങ്ങൾ പോരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് I ക്രോസ് J ആണ്, J ക്രോസ് K ആണ്, K ക്രോസ് I ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന 2 ആൾക്കാരില്ലേ, I ക്രോസ് J ആണെങ്കിൽ ആൻസർ വരിക K ക്രോസ് ആയിരിക്കും, സോറി K ക്യാപ്പ് ആയിരിക്കും. J ക്രോസ് K ആണെങ്കിൽ ആൻസർ I ക്യാപ്പ് ആയിരിക്കും. K ക്രോസ് I ആണെങ്കിൽ ആൻസർ J ക്യാപ്പ് ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് Iയിലും മാഗ്നറ്റിക് ഫീൽഡ് Jയിലും ആണെന്നുണ്ടെങ്കിൽ I ക്രോസ് J എടുക്കുക. I ക്രോസ് J ഏതാ? K ക്യാപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിന്റെ ഡയറക്ഷൻ എന്തിലായിരിക്കും? Z ആക്സിസിലായിരിക്കും എന്നർത്ഥം. ഓക്കെ? സപ്പോസ് ഇനി നിങ്ങൾ പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആണ്, അതായത് I ക്രോസ് K ആണ് വരുന്നത്, അല്ലെങ്കിൽ K ക്രോസ് J ആണ്, അല്ലെങ്കിൽ J ക്രോസ് I ആണ്. അങ്ങനെയെങ്കിൽ J ക്രോസ് I ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾ അതിൻ്റെ കൂടെ ഒരു മൈനസ്, അതായത് J ക്രോസ് I ആണെങ്കിൽ ആൻസർ മൈനസ് K ക്യാപ്പ് ആയിരിക്കും. ഓക്കെ? I ക്രോസ് K ആണെങ്കിൽ അത് മൈനസ് J ക്യാപ്പ് ആയിരിക്കും. K ക്രോസ് J ആണെങ്കിൽ അത് മൈനസ് I ക്യാപ്പ് ആയിരിക്കും. ഇപ്പം ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ദാ കണ്ടോ, ഇവിടുത്തെ കേസിൽ ഇപ്പം നമുക്ക് എന്തറിയാം? വേവിൻ്റെത് അറിയാം, ഇലക്ട്രിക് ഫീൽഡേത് അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദാ വേവ് പോകുന്നത് ഏത് ആക്സിസിലാണ്? Z ആക്സിസിലാണ്. അപ്പം ഞാൻ K ക്യാപ്പ് എഴുതി. K ക്യാപ്പ് = ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം ഏതാ? X ആണ്, അതായത് I ക്യാപ്പ് ആണ്. ക്രോസ് ബിയുടെ ഡയറക്ഷൻ നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? I ക്രോസ് എന്ത് ചെയ്താലാണ് K ക്യാപ്പ് കിട്ടാൻ നോക്കണം. I ക്രോസ് എന്ത് ചെയ്താലാണ് K ക്യാപ്പ് കിട്ടുക? I ക്രോസ് J ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? K കിട്ടുന്നത്. അപ്പം നമ്മുടെ ബിയുടെ ഡയറക്ഷൻ എന്തിലായിരിക്കും? J ക്യാപ്പിലായിരിക്കും, അതായത് Y ആക്സിസിലായിരിക്കും. അപ്പം ഇക്വേഷൻ എന്താ? BY അല്ലേ? BY = EM/C sin KZ മൈനസ് ഒമേഗ ടി എന്ന് വരും. സെറ്റാണോ ഇത്? റെഡി അല്ലേ? ഓൾ റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗീവ് 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് കണ്ടമാനം പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും 2 3 4 ഒക്കെയാണ് ചോദിക്കാം.
മോസ്റ്റ്ലി 2 ചോദിക്കാറ്, ചിലപ്പോൾ ഒരു 3 ചോദിച്ചേക്കാം. അപ്പോൾ ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇഷ്ടം പോലെ എന്ന് പറയില്ല, അതേപോലെ ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും എഴുതി വെക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാനൊരു 4 കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത് നോക്കിക്കേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റഡ് ചാർജസ് ആൻഡ് ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ആക്സിലറേറ്റഡ് ചാർജുകളാണ്. അതേപോലെ അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഒരു മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല. എന്തിന്? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അടുത്തത് എന്താ? ഡയറക്ഷൻ ഓഫ് ഓസിലേഷൻ ഓഫ് ENB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. are perpendicular to each other as well as perpendicular to the direction of propagation of the waves so that electromagnetic waves are transverse in nature. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ഇവർക്ക് 2 പേർക്കും പെർപെൻഡിക്കുലർ ആണ് ആര്? നമ്മുടെ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നാ പറഞ്ഞത് അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന വേവുകളാണ്, റൈറ്റ്. അടുത്ത എന്താ കൊടുത്തത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വൈബ്രേഷൻ എന്തിലാണ്? ഒരേ ഫേസിലാണ്. അതായത് ഒരേ സമയം മാക്സിമത്തിലെത്തും, ഒരേ സമയം മിനിമത്തിലെത്തും, ഒരേ സമയം മീൻ പോയിന്റിലെത്തും, അങ്ങനെ. അടുത്ത പോയിന്റ് എന്താ? ദേ ആർ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ്. എന്താ EM വേവ്സിന്റെ പ്രത്യേകത? ആദ്യം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അയാൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, അയാൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, അയാൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, അയാൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, അങ്ങനെ ഇതെന്താണ്? സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് ആണ്. റെഡി? ഇത് പ്രോപ്പർട്ടീസ് ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ എഴുതാം? നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷനില്ലേ, അത് പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം. അതേപോലെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് E×Bയുടെ ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ, അത് പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം. അതേപോലെ നിങ്ങൾക്ക് എന്ത് പറയാം? ഇവർ എനർജി ക്യാരി ചെയ്യുന്നുണ്ട്, മൊമെൻറ്റം ക്യാരി ചെയ്യുന്നുണ്ട്, അതേപോലെ ഇവർ ലോസ് ഓഫ് എന്താ പറയുക സൂപ്പർ പൊസിഷൻ ഒബേ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിഫ്രാക്ഷൻ കാണിക്കുന്നുണ്ട്, ഇൻറ്റർഫറൻസ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാം. റെഡി? നിങ്ങൾ ഏതെങ്കിലും ഒരു 4 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന് എന്ത് ചെയ്യണോടാ? എക്സ്പ്ലെയിൻ ചെയ്യണം. സിമ്പിളാണ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്. അതായത് ഫ്രീക്വൻസിയുടെയോ വേവ് ലെങ്തിൻ്റെയോ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. റെഡി? അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ നോക്ക്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന് ഡെഫിനിഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അറേഞ്ച് ദ ഫോളോയിങ് റേഡിയേഷൻസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്നാ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് എന്ത് തരും? കുറച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അവിടെ തരും. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറയും? അസെൻഡിങ് ഓർഡറിൽ, ഫ്രീക്വൻസിയുടെ ഓർഡറിൽ, അല്ലെ വേവ് ലെങ്തിൻ്റെ ഓർഡറിൽ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറയും? അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ജിഗ്സു വിമറിനെ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിക്കുക. ആരെ ധ്യാനിക്കണം? ജിഗ്സു വിമർ. ഞാനിങ്ങനെയാണ് ആലോചിക്കാറ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? അതായത് ഇതിന് നിങ്ങൾ പഠിച്ചു വെച്ച വല്ല ഷോർട്ട് കട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് തരും കേട്ടോ. അതായത് എല്ലാവർക്കും ഒന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ ജിഗ്സു വിമർ എന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ പഠിച്ചിരുന്നത്. നിങ്ങൾക്കും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കട്ടെ കേട്ടോ. എന്തിനാ ജിഗ്സു വിമർ എന്ന് ഓർക്കുന്നേ? ജിഗ്സു വിമർ ആരാത്? എടാ, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാമ റേസ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ റേസ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോവേവ്സ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ്. ഇതാണ് നമ്മുടെ ജിഗ്സു വിമർ. റെഡി? സെറ്റ് അല്ലേ? അപ്പോൾ ഈ ജിഗ്സു വിമർ എന്തിനാ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ഓർഡറിലാണെന്നറിയോ? ഇതാ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എന്താ വേവ് ലെങ്ത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമയാണ് ഇതിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ള ആൾ, പിന്നെ എക്സ്റേ, പിന്നെ UV, പിന്നെ വിസിബിൾ, പിന്നെ ഇൻഫ്രാ, പിന്നെ മൈക്രോ, പിന്നെ റേഡിയോ. ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ഗാമക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, പിന്നെ എക്സ്റേക്ക് കുറവ്, UVക്ക് കുറവ്, വിസിബിളിന് കുറവ്, ഇൻഫ്രക്ക് കുറവ്, മൈക്രോക്ക് കുറവ്, റേഡിയോ വേവ്സിനാണ് ഏറ്റവും കുറവ് എന്തുള്ളത്? ഫ്രീക്വൻസി ഉള്ളത്. ഈ ഒരു ഒറ്റ ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടോ തിരിച്ചങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെയാ? ആരൊക്കെയുള്ളത്? വിസിബിൾ ഉണ്ട്, ഇൻഫ്ര ഉണ്ട്, എക്സ്റേ ഉണ്ട്, മൈക്രോ ഉണ്ട്. ഏത് ഓർഡറിലാണ്? അസെൻഡിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയാണ്. അതായത് ചെറിയ ഫ്രീക്വൻസിയിൽ നിന്ന് വലിയ ഫ്രീക്വൻസിയിലേക്ക്. ഇതിൽ ആർക്കാ ഏറ്റവും ഫ്രീക്വൻസി കുറവ്? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ആർക്കാ ഏറ്റവും ഫ്രീക്വൻസി കുറവ്? മൈക്രോവേവ്സിനാണ് അല്ലേ? അപ്പോൾ ആദ്യം മൈക്രോവേവ്സ് ഓക്കെ കുറവാണ് ആരെക്കാളും. ഇനി അടുത്ത ആരാ വരുന്നത്? ഇൻഫ്രാറെഡ് അല്ലേ? അടുത്തത് ആരാ? ഇൻഫ്രാ. പിന്നെ ആരാ വരുന്നത്?
പിന്നെ വരുന്നത് വിസിബിൾ. റെഡി? പിന്നെ വിസിബിൾ, അത് കഴിഞ്ഞ് ആരാ വരുന്നേ? എക്സ്റേസ്. സെറ്റാണോടാ? ഇങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. റെഡി അല്ലേ? അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്ലൈഡ് കണ്ട് പേടിക്കേണ്ട, മിസ് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ വരികയാണോ എന്ന് വിചാരിക്കരുത്. അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരുപാട് വേവുകളുണ്ട്. അതായത് 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 7 വേവുകൾക്കും കുറേ പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ PYQs ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 35 ക്വസ്റ്റ്യനും ഏത് ഭാഗത്തു നിന്നാണ്? ഈ പറയാൻ പോകുന്ന ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതിൽ ഓരോ ലൈനുകളും എന്താണ്? ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കരുതണം. അപ്പോൾ അത്രയും പോയിന്റ് ആയിട്ടാണ് ഞാൻ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിൽ ഓരോ പോയിന്റും എന്താണ്? ഓരോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ പോയിന്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിടാൻ വേണ്ടി പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു 3-4 മാർക്ക് കിട്ടാനുള്ള മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. റെഡി? സോ നോക്കിക്ക്, ആദ്യം നമ്മൾ പഠിക്കുന്നത് ഗാമ റേസ് ആണ്. ഗാമ റേസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് ന്യൂക്ലിയസ് വഴിയാണ്. പഠിച്ചു വെക്കുക. പിന്നെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിസിബിൾ റേസിൻ്റെത് പഠിക്കണം. ബാക്കി റേസിൻ്റേത് ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു, മൊത്തം അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പഠിക്കാൻ ബാക്കിയില്ല. അപ്പം നിങ്ങളിങ്ങനെ നടക്കോ, എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ കിട്ടിയിരുന്ന് പഠിക്കായിരുന്നല്ലോ എന്ന് വിചാരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള വേവ്സിൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കൂടെ പഠിച്ചു വെച്ചോ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചൊരു പാറ്റേൺ അനുസരിച്ച് ചോദിക്കൂല എന്നല്ല, പക്ഷെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറയാം. കാരണം ഇതിൻ്റെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ച് കണ്ടിട്ടില്ല. വിസിബിൾ റേസിൻ്റെത് മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാക്കി പഠിച്ചിട്ട് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ഇതിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകണ്ട. കാരണം ഇമ്പോർട്ടൻസ് കുറവാണ്. പക്ഷേ എല്ലാം പഠിച്ചു കഴിഞ്ഞ് കുറേ സമയം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, ഇതും കൂടെ പഠിച്ചു വെച്ചോ. റെഡി? ഇനി മെയിൻ യൂസസ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യൂസ് വെച്ചിട്ടാണ് അധികം ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. മെയിൻ യൂസസ് എന്ന് പറയുന്നത് ഒന്നതാ ക്യാൻസറസ് സെൽസിനെ കൊല്ലുക, അതേപോലെ തന്നെ പ്രിസർവിങ് ഫുഡ് സ്റ്റെപ്സ്. ഇത് രണ്ടുമാണ് ആരുടെ പ്രത്യേകത? ഗാമ റേസിൻ്റെ പ്രത്യേകത. ഇനി എക്സ്റേസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എക്സ്റേ ട്യൂബ് വഴിയാണ്, അല്ലെങ്കിൽ അയോണൈസേഷൻ ട്യൂബുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പഠിക്കാം. ഡിസ്കവേർഡ് ബൈ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ്റേ ആര് കണ്ടുപിടിച്ചു? ആരാണ്? റോഞ്ചൻ. പേര് കണ്ടിട്ട് എന്തപ്പോൾ ഇത് വായിക്കുക, റീഞ്ചനോ റോഞ്ചനോ? എന്താണ്? റോഞ്ചനാണ് കേട്ടോ. അടുത്ത റേ എന്ന് പറയാം, സോറി അതിന് മുന്നേ നമുക്ക് അതിൻ്റെ യൂസ് പഠിക്കാനുണ്ട്. എക്സ്റേൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടൂൾ. ചോദിക്കും നിങ്ങളോട്, വിച്ച് ഈസ് ദ ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ? എൻ്റെ മക്കൾ എഴുതും എക്സ്റേസ് അല്ലേ? യെസ്. അടുത്തത് എന്താടാ? സർട്ടൻ ടൈപ്സ് ഓഫ് ക്യാൻസർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ക്യാൻസർ ഉണ്ടോ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എക്സ്റേ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് എക്സ്റേനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്? ക്യാൻസറിന് കൊടുക്കരുത്. അതായത് നമുക്കിപ്പോൾ ഗാമ റേസിനും ക്യാൻസർ സെൽസിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, എക്സ്റേക്കും ഉണ്ട്. ഗാമ റേസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഈ എക്സ്റേ ക്യാൻസർ സെൽസിനെ കൊല്ലുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കീമോതെറാപ്പി ഒക്കെ അല്ലേ, അതിൻ്റെ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഗാമ റേസ് ആണ്. ഈ എക്സ്റേനെ ചില ക്യാൻസറുകൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സ്റേനെ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഗാമ റേ ഇല്ലെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്യാൻസറിന് കൊണ്ടുപോയിട്ട് എക്സ്റേനെ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഗാമ റേ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസറിന് ആരെ തന്നെ കൊടുക്കുക? ഗാമനെ തന്നെ കൊടുക്കുക. ഗാമ ഇല്ലെങ്കിൽ ആരെ ചൂസ് ചെയ്യാം? എക്സ്റേനെ ചൂസ് ചെയ്യാം. അടുത്തത് ഡിറ്റക്ടിങ് ഫ്രാക്ചർ ഇൻ ബോൺസ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മൾ എക്സ്റേ എടുക്കാറുണ്ട് കൈയും കാലൊക്കെ പൊട്ടിയാൽ. റെഡി? ഇനി ടു സ്റ്റഡി ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതും കൂടെ പഠിക്കണം കേട്ടോ. സ്റ്റഡി ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റേ ആണ്. ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവുക ലാറ്റിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സോളിഡ് സ്ട്രക്ചർ എന്നൊക്കെ ചോദിക്കും, നിങ്ങളെ വട്ടം തിരിപ്പിക്കാൻ വേണ്ടി. മൈൻഡാക്കണ്ട, തന്നെ പരിപാടി എക്സ്റേ. ഓക്കെ, അടുത്തത് UV റേസ്. UV റേസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ആരാണ്? സണ്ണാണ്, അല്ലെങ്കിൽ വെരി ഹോട്ട് ബോഡീസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഹാംഫുൾ ആണ്. കാരണം ഇത് എന്തുണ്ടാക്കും? സ്കിൻ ക്യാൻസർ, ടാനിങ് ഒക്കെ ഉണ്ടാക്കും. ഈ UV റേ നമ്മൾ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രൊഡക്ഷൻ കൂടും? മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ടാനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഓസോൺ ലെയർ ആണ്. ഈ ഓസോൺ ലെയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തുളയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കേടുവരുത്തി കൊടുക്കുന്നുണ്ട്. എങ്ങനെ? നമ്മൾ ഈ ഫ്രിയോൺസ് പോലത്തെ ഗ്യാസ് അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC എന്ന് പറയും, ഇതൊക്കെ കൊണ്ടുപോയി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓസോൺ പാളിക്ക് ആവുന്ന വിധത്തിൽ നമ്മൾ അങ്ങനെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട എന്ത് വാക്കുകൾ വന്നു കഴിഞ്ഞാലും മാർക്ക് കൊടുക്കുക, UV റേസ് കൊടുക്കുക. അതിനാണ് ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചത് കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ലാസിക് ഐ സർജറി.
നിങ്ങളെ വീട്ടിലെ പല ആൾക്കാർക്കും ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കമൻറ്റ് ചെയ്തോട്ടോ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നിങ്ങളുടെ ലാസിക് ഐ സർജറിയിൽ ചെയ്യുന്നത് എന്താണ്? UV റേസ് ഉപയോഗിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ടാവും. ആരാ അതിൻ്റെ അകത്തുള്ളത്? UV റേസാ. ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ചോദിക്കുക എൻ്റെ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ കഴിവുള്ളത് ആർക്ക്? UV റേസിന്. ഓക്കെ, ഇനി സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതും നമ്മൾ ആരുപയോഗിച്ചിട്ടാണ്? UV റേസ് യൂസ് ചെയ്തിട്ടാണ്. റെഡി അല്ലേ? അടുത്തതാ വിസിബിൾ റേസ്. നമ്മുടെ പൊന്നാറ് വിസിബിൾ റേസ്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? നമുക്ക് കാണാൻ പറ്റുന്ന ആകെ റേസ് ആണ് എന്ത്? വിസിബിൾ റേസ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസിഷൻ വഴിയാണ്. ഇത് പഠിച്ചു വെച്ചോട്ടോ. ഈ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ വട്ടം ചോദിച്ചിട്ടും ഉണ്ട്. 700 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ വേവ് ലെങ്ത് ആണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? ബാക്കി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇത് കാര്യമായിട്ട് യൂസ് ഒന്നും പറയാനില്ല. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഏക ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്ത്? വിസിബിൾ റേസ്. ഓക്കെ, അടുത്ത റേസ് ഏതാണടാ? ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡിന്റെ പ്രൊഡക്ഷൻ എന്താ? ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്. ഈ ഇൻഫ്രാറെഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇൻഫ്രാറെഡ് എന്ന് കേൾക്കുമ്പോൾ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ മാതിരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്രാറെഡ് വേവ്സിനെ നമ്മൾ വിളിക്കുന്നത് ഹീറ്റ് വേവ്സ് എന്നാണ്. എന്താ ഹീറ്റ് വേവ്സിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് പോയിട്ട് ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ചൂടാവും. അങ്ങനെയാണ്, ഭയങ്കര നല്ല എല്ലാവരുമായിട്ട് ആൾ പെട്ടെന്ന് ചൂടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ മോസ്റ്റ് സബ്സ്റ്റൻസസ് റെഡിലി അബ്സോർബ് ദ ഇൻഫ്രാറെഡ് റേസ് വിച്ച് ഹീറ്റ് ഇറ്റ് അപ്പ് ആൻഡ് ദി സറൗണ്ടിങ്സ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നത്. കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൈ ഇൻഫ്രാറെഡ് റേസ് ആർ റെഫേർഡ് ടു ആസ് ഹീറ്റ് വേവ്സ് എന്നുള്ളത് പഠിക്കണം. റെഡി? യൂസ് നോക്കിക്കോ. ഇൻഫ്രാറെഡ് ലാമ്പുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യും. നല്ല ചൂട് തരുന്ന സാധനം ആയതുകൊണ്ട് ഫിസിക്കൽ തെറാപ്പിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻഫ്രാറെഡ് റേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് കണ്ടാൽ അവിടെ ആരെ കുത്തുക? ഇൻഫ്രാറെഡ് റേസിനെ സെലക്ട് ചെയ്യുക. വേറെ ആർക്കും നോക്കണ്ട. ഇനി നൈറ്റ് ഫോട്ടോഗ്രാഫി ഫിലിംസിലൊക്കെ നമ്മൾ IR ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് ഡിറ്റക്ടേഴ്സ് ആണ് നമ്മൾ സാറ്റലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത്. മെയിൻ കാര്യം റിമോട്ടുകൾ, ഇലക്ട്രോണിക് ഡിവൈസുകളുടെ റിമോട്ടുകളിൽ ആ മൂലക്ക് കാണുന്ന കത്തുന്ന ചുവന്ന കളറില്ലേ, അതെന്താ? ഇൻഫ്രാറെഡ് റേസ് ആണ് കേട്ടോ. റെഡി? അടുത്തതാണ് മൈക്രോവേവ്സ്. മൈക്രോവേവ്സിന്റെ പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയോ? ക്ലിസ്ട്രൺസ്, മാഗ്നട്രോൺസ്, ഗൺ ഡയോഡ്സ്. ഇതുവഴിയാണ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് അറിയാം, മൈക്രോവേവ് അവനാണ്. രണ്ടാമത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കില്ല, എന്താണെന്നറിയോ? റഡാർ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് നാവിഗേഷൻ. റഡാറിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് നാവിഗേഷൻ, എയർക്രാഫ്റ്റ് നാവിഗേഷനിൽ ഉപയോഗിക്കുന്നത് റഡാറാണ്. അതിൻ്റെ ഉപയോഗം വരുന്നത് എന്തിലാണ്? മൈക്രോവേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റെഡി? ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം, ഹൗ a microwave oven work. എന്താണ് ഒരു മൈക്രോവേവ് അവൻ്റെ വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മൈക്രോവേവ്സ് വരും. ആ മൈക്രോവേവ്സിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ അവനിൽ വെച്ചിട്ടുള്ള ഫുഡിൻ്റെ ഫ്രീക്വൻസിയും രണ്ടും സെയിം ആക്കും. അപ്പോൾ ഇവർ റെസൊണൻസിലെത്തും. എന്നിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കുക തന്നെ. അതാണ് പരിപാടി. എന്ത്? മൈക്രോവേവ് അവൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് സമയം കിട്ടിയാൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് വേവ്സ് ആണ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വഴിയാണ്. ഇതിന്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് കൊടുക്കുക കേട്ടോ. വിസിബിൾ റേസ് കഴിഞ്ഞ് പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത് റേഡിയോ വേവ്സിനാണ്. ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സെല്ലുലാർ ഫോൺസ്, അതായത് മൊബൈൽ ഫോൺസ്. അതിൻ്റെ ഒരു സ്റ്റൈലാക്കിയ പേരാണ് സെല്ലുലാർ ഫോൺസ്. സയൻറ്റിസ്റ്റ് വിളിക്കുന്ന പേരാണ് സെല്ലുലാർ ഫോൺസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്, സെല്ലുലാർ ഫോൺസ് ആണ്. സെറ്റ് അല്ലേടാ? റെഡി? യെസ്. അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ സാമ്പിളായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ പഠിച്ച സാധനങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു സാമ്പിളാണ്. മാച്ച് ദ ഫോളോയിങ് വഴിയൊക്കെയാണ് തരിക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ആരാ ഉള്ളത്? അൾട്രാ വയലറ്റ് ലൈറ്റ് ഉണ്ട്, ഗാമ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്. ഓക്കെ, അൾട്രാ വയലറ്റ് നമുക്ക് ആർക്ക് കൊടുക്കാം? കിൽ ബാക്ടീരിയ ആൻഡ് ജേംസിന് കൊടുക്കാം അല്ലേ. ഇനിയോ ഗാമ റേസ് നമുക്ക് ആർക്ക് കൊടുക്കാം? ഗാമ റേസ് നമുക്ക് ആർക്ക് കൊടുക്കാം? ഒബ്വിയസ്ലി ആർക്ക് കൊടുക്കാം? ക്യാൻസർ കില്ലിങ്ങിന് കൊടുക്കാം ഇല്ലേ. ഇനിയോ ഇൻഫ്രാറെഡ് നമുക്ക് ആർക്ക് കൊടുക്കാം? വേണ്ടടാ, റിമോട്ട് കൺട്രോളിന് കൊടുക്കാം ഇല്ലേ. ഇനി റേഡിയോ വേവ്സ് നമുക്ക് ആർക്ക് കൊടുക്കാം? കമ്മ്യൂണിക്കേഷന് കൊടുക്കാം. എക്സ്റേസോ അയോണൈസേഷൻ ട്യൂബ് വഴിയാ പ്രൊഡക്ഷൻ. മൈക്രോവേവ്സ് എന്തിനാണ്? എയർക്രാഫ്റ്റ് നാവിഗേഷൻ ആണ്. സെറ്റല്ലേ? സെറ്റല്ലേ? റെഡി? അടുത്തത് എൻ്റെ വക ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇതിൻ്റെ ആൻസർ എൻ്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യും? താഴെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്നിടും അല്ലേ. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഏതാ ക്വസ്റ്റ്യൻ എന്നറിയോ?
ലാസിക് ഐ സർജറിയിൽ യൂസ് ചെയ്യുന്ന EM വേവ് ഏതാണ്? ലാസിക് ഐ സർജറിയിൽ യൂസ് ചെയ്യുന്ന EM വേവ് ഏതാണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. താഴെ കമൻറ്റ് ബോക്സിൽ പടപടാന്ന് ആൻസർ പോന്നോട്ടെ. ഇതേപോലെ നമ്മളെ എക്സാമിലും പടപടാന്ന് EM വേവ്സിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതൂലേ നിങ്ങൾ എഴുതുക, എനിക്കറിയാം നിങ്ങൾ സൂപ്പറാണ് അല്ലേ. അപ്പം മൊത്തം നമ്മൾ സെറ്റാക്കി. ദാറ്റ്സ് വാട്ട് ഫ്രം EM വേവ്സ് ചാപ്റ്റർ. സെറ്റല്ലേ? അപ്പോൾ ടാറ്റ, ഖുദാഫിസ്, ബൈ.